സുവിശേഷത്തിൻ ദീപ്തവെളിച്ചം മഹോന്നതമാം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിലൻ ഈശോ വന്നല്ലോ. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിലൻ ഈശോ വന്നല്ലോ. സ്നേഹം ക്രൂശിൽ ബലിയാ അലിവാ. സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻ കാണമാ. സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻ കാണമാ. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിലൻ ഈശോ വന്നല്ലോ. കുഞ്ഞുനാളിൽ ഉള്ളിൽ ഈശോ വന്നെൻ നാവിൻ തുമ്പിൽ സ്നേഹം വാഴ്ത്തി മെല്ലെ. കുഞ്ഞുനാളിൽ ഉള്ളിൽ ഈശോ വന്നെൻ നാവിൻ തുമ്പിൽ സ്നേഹം വാഴ്ത്തി മെല്ലെ. ഈശോയേ നിൻ നെഞ്ചിൽ ചേരുന്ന കുഞ്ഞാടാകാ എന്നും പ്രാർത്ഥിച്ചു.
സ്നേഹം പകരും ഹൃത്തിൽ ദൈവം വാണിടുന്നു. സ്നേഹം പകരും ഹൃത്തിൽ ദൈവം വാണിടുന്നു. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിലൻ ഈശോ വന്നല്ലോ. ആത്മാവിൽ നീ സദയം വന്നിടണേ, ആരാധിക്കാം എന്നും അങ്ങേ നാമം. ആത്മാവിൽ നീ സദയം വന്നിടണേ, ആരാധിക്കാം എന്നും അങ്ങേ നാമം. ഈശോയേ നീ എന്നും വാഴുന്ന സക്രാരിയ ഉള്ളം നേദിക്കാം. സൗഖ്യം പകരാൻ ഹൃത്തിൽ ദൈവം വാണിടുന്നു. സൗഖ്യം പകരാൻ ഹൃത്തിൽ ദൈവം വാണിടുന്നു. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിലൻ ഈശോ വന്നല്ലോ. സ്നേഹം ക്രൂശിൽ ബലിയാ അലിവാ, സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻ കാണാമാ. സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻ കാണാമാ. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിലൻ ഈശോ വന്നല്ലോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മലാക്കി പ്രവചകന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. കുടുംബജീവിതം ആരംഭിക്കുന്നത് വിവാഹമെന്ന കൂദാശയിലൂടെയാണ്. പുരോഹിതനിലൂടെ ദൈവം ആശീർവദിക്കുന്ന കുടുംബജീവിതം ദൈവവും പുരുഷനും സ്ത്രീയും ചേർന്നുള്ള ഉടമ്പടിയാണ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ പ്രകാരം വായിക്കും: മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബ ബന്ധങ്ങൾ വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ തകരുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അരുളി ചെയ്തു: നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവം ഏറ്റവും ചേർന്ന ഇണയെ നൽകിയിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല, കാരണം അവിടുന്ന് മനുഷ്യനല്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എവിടെയാണ് പിന്നെ നമുക്ക് വീഴ്ച പറ്റുന്നത്? ദൈവം സ്വന്തമായിട്ട് നൽകുന്ന ജീവിത പങ്കാളിയെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച് ദൈവത്തിൻ്റെ പക്കൽ തിരിച്ചേൽപ്പിക്കാനുള്ള നമ്മുടെ കടമ നമ്മൾ മറന്നു പോകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം സ്വന്തമായിട്ട് നൽകിയത് എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ പറയുന്നു, അങ്ങ് എനിക്ക് സ്വന്തമായി നൽകിയ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ അവിടെ പ്രാർത്ഥിക്കുക. സ്വന്തമായിട്ട് നൽകിയത് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ മറ്റൊരു ബന്ധവും നമുക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല.
മക്കൾക്ക് ഇത് എൻ്റെ പപ്പയോ എൻ്റെ മമ്മയോ എന്ന് പറയാൻ സാധിക്കത്തില്ല. എല്ലാ മക്കളുടെയും കൂടെയാണ് മാതാപിതാക്കൾ. മാതാപിതാക്കൾക്ക് എൻ്റെ മകൻ എൻ്റെ മകൾ എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം മക്കൾ രണ്ടുപേരുടെയും കൂടിയാണ്. അപ്പൊ ദൈവം സ്വന്തമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ നൽകിയിരിക്കുന്നത് ജീവിത പങ്കാളി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ദൈവം സ്വന്തമായി നൽകിയവർക്ക് വേണ്ടി ചെയ്ത ഏതാനും കാര്യങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ കുടുംബവും സ്വർഗതുല്യമായിട്ട് മാറും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനത്തിൽ ഈശോനാഥൻ ഇപ്രകാരം പറയുകയാണ്, അങ്ങ് എനിക്ക് സ്വന്തമായി നൽകിയവർക്ക് അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തി. ദൈവം സ്വന്തമായി നൽകിയ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത് കഷ്ടതയായിക്കോട്ടെ, ദുരിതമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ഏതവസ്ഥയിലും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമുക്കറിയാം, ജോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-10 തിരുവചനങ്ങൾ നമ്മൾ വായിച്ചു മനസ്സിലാക്കുമ്പോൾ ജോബും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ജോബിന്റെ ജീവിതം ഒന്നൊന്നായിട്ട് തകർന്നു നിൽക്കുമ്പോൾ വയലുകൾ നഷ്ടപ്പെട്ടു, ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. അവസാനം ഇതാ ജോബിന്റെ ജീവിതത്തിലേക്ക് വ്രണങ്ങൾ കടന്നു വന്ന് ചാരത്തിൽ കിടന്ന് അദ്ദേഹം ചുരുണ്ടുമ്പോൾ ഭാര്യ പറയുകയാണ്, ഇനിയും നിങ്ങൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ തകർച്ചകൾ വരുമ്പോൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചേർന്ന് നിൽക്കേണ്ട ജീവിത പങ്കാളി പറയുകയാണ്, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ദൈവത്തോട് പോലും അവൾക്ക് വെറുപ്പ് തോന്നുകയാ. എവിടെയാണ് അവൾക്ക് വീഴ്ച പറ്റിയത്? അവൾക്ക് വീഴ്ച പറ്റിയത് അവൾ ആശ്രയിച്ചത് ദൈവത്തിലല്ല, മറിച്ച് ജോബിനുണ്ടായിരുന്ന സമ്പത്തിലുമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജോബ് പറയുന്ന മറുപടി അവിടെ പ്രസക്തമാണ്. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? അതിലും പ്രധാനപ്പെട്ട ഒരു വചനം അവിടെ സുവിശേഷകൻ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഇതുകൊണ്ടൊന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. ഇതുകൊണ്ടൊന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. തൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ വന്നു. ഇതാ തൻ്റെ ജീവിത പങ്കാളി പോലും ദൈവത്തെ തള്ളിപ്പറയാൻ പ്രേരിപ്പിക്കുമ്പോഴും തൻ്റെ നാവ് കൊണ്ട് പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ജോബിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. തോബിത്തിന്റെ പുസ്തകത്തിലും 2-3 അധ്യായങ്ങളിലായിട്ട് ഇതിന് സമാനമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തോബിത്ത് തൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുകയാ. നീ മോഷ്ടിച്ചു കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ് ദാനം കിട്ടിയ ഒരു ആട്ടിൻകുട്ടിയുടെ പേരിൽ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാര്യയ്ക്ക് അവിടെ നിയന്ത്രണം വിട്ടുപോവുകയാ. കാരണം അന്ധനായ തോബിത്ത് ആ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്ത് അയലോക്കങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ഭാര്യ, അവൾ മാനസികമായിട്ടും തകർന്നിരിക്കുകയാ. ഒരു കുറ്റപ്പെടുത്തൽ താങ്ങാനുള്ള ശേഷി അവൾക്കുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? എല്ലാം അറിയാമെന്നല്ലേ ഭാവം. ഒരു കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങാൻ അത് മതി പ്രിയപ്പെട്ടവരെ. എന്നാൽ തോബിത്ത് എന്താണ് ചെയ്തത്? തോബിത്ത് പറയുകയാണ്, ഞാൻ ഹൃദയവതയോടെ എൻ്റെ ഭാരങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു, ദുഃഖഭാരത്തോടെ ഞാൻ കരഞ്ഞു. ഭാര്യ പറഞ്ഞതിനൊപ്പിച്ച് മറുപടി പറയാതെ അവളുടെ അവിവേകക്കുറവിനെ ക്ഷമയോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് കരയുന്ന തോബിത്ത് കുടുംബജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് ചേർന്ന വിധം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ വെളിപ്പെടുത്തുകയാണ്. വീണ്ടും ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ സൂസന്ന എന്ന് പറയുന്ന മകള്, അവളുടെ ജീവിതത്തിലേക്ക് വ്യഭിചാരം എന്ന പാപം ചെയ്യാനായിട്ട് ശ്രേഷ്ഠന്മാരായ 2 ന്യായാധിപന്മാർ കടന്നു വരിക അവളെ പ്രേരിപ്പിക്കുകയാ. അവൾ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്, ഞാൻ എല്ലാ തരത്തിലും അകപ്പെട്ടു. ഞാൻ ഇതിന് കീഴ്വഴിഞ്ഞാൽ അതെൻ്റെ മരണമാണ്. കീഴ്പ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയില്ല. നോക്കുക പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാൻ സാധ്യത വന്നപ്പോൾ ആ മകള് പറയുക, ഇതെൻ്റെ മരണമാ, ഇതെൻ്റെ നിത്യമരണമാ. ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ എന്നെ വധിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പാപത്തിന് കൂട്ടുനിൽക്കില്ല. കുടുംബജീവിതത്തിലെ തകർച്ചകൾ വരാം, രോഗങ്ങൾ വരാം, പാപം ചെയ്യാനുള്ള പ്രേരണകൾ വരാം, മറ്റുള്ളവർ പ്രലോഭിപ്പിക്കാം. ഈ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന് ചേർന്ന വിധം നമ്മൾ ജീവിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്താനാണ് ദൈവം കുടുംബജീവിതത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് 9-ാം തിരുവചനം ഇങ്ങനെയാണ്,
അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയിട്ടല്ല. കുടുംബജീവിതത്തിലെ പങ്കാളികൾ പരസ്പരം പ്രാർത്ഥിക്കാറുണ്ടോ എല്ലാ ദിവസവും? എന്താണ് പ്രാർത്ഥിക്കുന്നത്? 15-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളി തകർന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ കുറവാണ്. മക്കബരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ സമ്പത്ത് കൂട്ടിവെച്ചത് കൊണ്ടോ, നമുക്ക് നല്ല വീടുണ്ടായത് കൊണ്ടോ, നല്ല വാഹനമുണ്ടായതുകൊണ്ടോ, നല്ല ജീവിത സൗകര്യങ്ങൾ ജീവിത പങ്കാളിക്ക് ഒരുക്കി കൊടുത്തത് കൊണ്ടോ പ്രിയപ്പെട്ടവരെ അവരെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹാഗാറിലെ രാജാവായ അബിമലേക്ക് അബ്രാം പിതാവിന്റെ ഭാര്യ സാറായിയെ തട്ടിക്കൊണ്ടുപോയി ഭാര്യയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ എന്താണ് സംഭവിച്ചത്? അബ്രഹാം പിതാവ് തൻ്റെ പ്രദേശത്തെയും ബന്ധുജനങ്ങളെയും വിട്ട് അവിടുന്ന് പോരുമ്പോൾ സാറായോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം, കാരണം ഇല്ലെങ്കിൽ അവരെന്നെ കൊന്നു കളഞ്ഞിട്ട് നിന്നെ തട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അബ്രഹാം പിതാവ് ഒരു സൂത്രം എടുത്തതാണ്, തൻ്റെ ഭാര്യയെ സംരക്ഷിക്കാനുള്ള ഒരു സൂത്രം. എന്നാൽ അന്ന് രാത്രി അബിമലേക്കിന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റൊരുവന്റെ ഭാര്യയാണ്, നീ അവളെ തിരിച്ചേൽപ്പിക്കുക, ഇല്ലെങ്കിൽ നീ പിണമായി പോവും. പ്രിയപ്പെട്ടവരെ, അവിടെ പിതാവിന്റെ സൂത്രങ്ങളൊന്നും ഏറ്റില്ല. എന്നാൽ ഇതാ ദൈവം ഇടപെട്ടിട്ട് സംരക്ഷിക്കുക. നമ്മുടെ കുടുംബജീവിതത്തിൽ ഇന്ന് മക്കളൊക്കെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിത പങ്കാളി വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതം പ്രാർത്ഥനയുടെ ജീവിതങ്ങളായി മാറാത്തത് കൊണ്ടാണ്. ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതം മാറാതെ വരുമ്പോൾ, പ്രാർത്ഥനയുടെ സംരക്ഷണം അവർക്ക് ഒരുക്കാതെ വരുമ്പോൾ നമ്മുടെ കുടുംബജീവിതങ്ങൾ പ്രിയപ്പെട്ടവരെ തകർച്ചയുടെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കേണ്ടത് നമ്മളിൽ തന്നെയാണ്. പലപ്പോഴും കുടുംബജീവിതത്തിൽ ഭാര്യ തെറ്റ് ചെയ്താൽ, ഭർത്താവ് തെറ്റ് ചെയ്താൽ നമ്മൾ ഒത്തിരി ഉപദേശിക്കും. നമ്മൾ ഉപദേശിച്ച് അവരെ നന്നാക്കാൻ നോക്കും. 10, 20, 50 വർഷമായ 10, 70 വർഷമായിട്ട് വിവാഹ വാർഷികമൊക്കെ ആഘോഷിക്കുന്ന കുടുംബങ്ങളിൽ പോലും ഇന്നും ഈ ഉപദേശം തുടരുകയാണ്. ആരും നന്നാകുന്നില്ല, ആർക്കും ആരെയും നന്നാക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് സ്വയം വിശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാ. നിന്റെ പങ്കാളി നന്നാകണമെങ്കിൽ, നിന്റെ പങ്കാളി വിശുദ്ധീകരിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിത പങ്കാളിയിലെ മാറ്റങ്ങൾ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ആദ്യം സ്വയം വിശുദ്ധീകരിക്കണമെന്ന് ഈശോ പറയുക. ഈശോയ്ക്ക് അവിടെ വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അവിടുന്ന് നീതിമാനായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു. എങ്കിലും നമുക്ക് വേണ്ടി അവിടുന്ന് ഒരു മാതൃക പറയുകയാണ്, അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയെ തകർക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. അവിടെ ഇപ്രകാരം പറയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിന്റെ പേര് വളർന്ന് പലരും അശുദ്ധരായി തിരിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നത്, കുടുംബജീവിതത്തെ തകർക്കുന്നത് ഈ വിദ്വേഷവും വെറുപ്പും കലർന്ന അശുദ്ധിയാണ്. ഇന്ന് എല്ലാ കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും മാതാപിതാക്കന്മാർ തമ്മിലെല്ലാം ഈ വെറുപ്പിൻ്റെയും നീരസത്തിൻ്റെയും അരൂപികൾ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വെറുപ്പ് ഒരു മകള് ഒരു കുടുംബജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ആ കുടുംബത്തിലുണ്ടാകാം. അതെല്ലാം അവൾ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കും. സൂക്ഷിച്ചു വെച്ചിട്ട് സാഹചര്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളും ഡിവോഴ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, പല ബന്ധങ്ങളും തകരുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ആ കടന്നു ചെല്ലുന്ന കുടുംബത്തിലേക്ക് അവൾക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാതെ അത് വിദ്വേഷമായിട്ട് വളർന്ന് ആ കുടുംബത്തെ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഒരുപക്ഷെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിച്ച പല ഗുണങ്ങളും ഒരുപക്ഷെ അവൾക്കുണ്ടായി എന്ന് വരില്ല. അതൊക്കെ ഉൾക്കൊള്ളാനോ അതൊക്കെ ക്ഷമിക്കാനോ തയ്യാറാകാതെ അതെല്ലാം മനസ്സിൽ കൂട്ടിവെച്ച് വിദ്വേഷം വളർത്തി ആ കുടുംബത്തെ ഒരു കലഹത്തിൻ്റെ കുടുംബമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് പല കുടുംബങ്ങളും നീരസത്തിൻ്റെയും വെറുപ്പിൻ്റെയും അശുദ്ധി പിന്തുടരുന്നത് കൊണ്ട് ഈ ദൈവകൃപ അവർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക. വിവാഹം എന്ന കൂദാശയിലൂടെ അവരുടെ ജീവിതാവസാനം വരെ ജീവിക്കാനുള്ള ദൈവിക കൃപ ആ കൂദാശയിലൂടെ ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ അരൂപികൾ കടന്നു വരുമ്പോൾ മറ്റു തിന്മകൾ ഒന്നൊന്നായിട്ട് കടന്നു വരാൻ തുടങ്ങും. അവരുടെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൻ്റെ അശുദ്ധിക്ക് കാരണമായി തീരുന്ന മറ്റൊന്നാണ് ശരിയായിട്ടുള്ള രീതിയിലല്ലാത്ത, സഭ നിഷ്കർഷിക്കുന്ന വിധത്തിലല്ലാതെ കൗദാശിക വിശുദ്ധിക്ക് ചേരാത്ത ലൈംഗിക അരാജകത്വം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ ലൈംഗിക അരാജകത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ മോശമായ സിനിമകൾ കണ്ടിട്ട് അല്ലെങ്കിൽ തെറ്റായ ബോധ്യങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിട്ട് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ട് അതനുസരിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മക്കൾ കുടുംബത്തിലുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ പക്വതയില്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തേ നശിച്ചു പോകുന്നു. 5ാം ക്ലാസ്സിൽ കഴിയുമ്പോഴേക്ക് പോലും കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ച് തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വിശുദ്ധിയില്ല എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളൊക്കെ വിശുദ്ധിയിൽ വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഭ നിഷ്കർഷിച്ചിരിക്കുന്ന കൗദാശിക വിശുദ്ധിക്ക് ചേരുന്ന രീതിയിലുള്ള ബന്ധങ്ങളിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം. അവിടെ ഈശോ പറയുകയാണ്, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാനും ഇവരെ സ്നേഹിച്ചുവെന്ന് ഈ ലോകമറിയണം. അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഞാനും ഇവരെ സ്നേഹിച്ചുവെന്ന് ഈ ലോകമറിയണം. ഈശോ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? ഒറ്റിക്കൊടുത്തവൻ്റെ കാല് കഴുകുന്ന കുനിഞ്ഞ് കാല് കഴുകി അവിടുന്ന് സ്നേഹിച്ചു. തള്ളിപ്പറയുന്നവനെ മാറോട് ചേർത്ത് അവിടുന്ന് സ്നേഹിച്ചു. അവസാനം ഈശോ പറഞ്ഞു, സ്നേഹത്തിനു വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. അതും ഈശോ കുരിശിൽ കാണിച്ചു തന്നില്ലേ? അവസാനം ഇതാ കുരിശിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട് സ്നേഹത്തിനു വേണ്ടി അവൻ ജീവൻ ബലി കഴിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം സ്വന്തമായി നമുക്ക് നൽകിയ നമ്മുടെ ജീവിത പങ്കാളികളെ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല? കുറ്റപ്പെടുത്താതെ കുറവുകൾ അംഗീകരിച്ച് എന്തുകൊണ്ട് നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിച്ചില്ല? ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല? നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തന്നെ ഈശോയുടെ മരണത്തിന് ശേഷം ദുഃഖിതനായ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. പത്രോസിൻ്റെ കൂടെ യോഹന്നാൻ ശ്ലീഹായും മറ്റ് 4 ശ്ലീഹന്മാരും കൂടി, അങ്ങനെ 6 പേര് അവർ വീണ്ടും മീൻ പിടിക്കാൻ പോയി. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല. നമുക്കറിയാം പത്രോസ് ശ്ലീഹായൊക്കെ എത്രയോ വർഷങ്ങളായി മീൻ പിടിച്ച് പരിചയമുണ്ട്. ആ ഓരോ കടലിൻ്റെ ഓളങ്ങളെക്കുറിച്ചും കടലിൻ്റെ ചലനങ്ങളെക്കുറിച്ചും മീൻ എവിടെയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന പത്രോസ് ശ്ലീഹായിക്ക് പോലും ഒരു മീൻ പോലും കിട്ടിയില്ല എന്ന് അവിടെ യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുക. എന്നിട്ട് തുടരുകയാണ്, ഉഷസ്സായപ്പോൾ കർത്താവ് തീരത്ത് വന്ന് നിന്നു. ഹല്ലേലൂയ. ഉഷസ്സായപ്പോൾ കർത്താവ് തീരത്ത് വന്ന് നിന്നു. എന്നിട്ട് കർത്താവ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ഈശോയുടെ സംഭാഷണം ശ്രദ്ധിക്കണമേ. ഈശോ വിളിച്ചത് ശ്രദ്ധിക്കണമേ. കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചത്. അവർ ഉപേക്ഷിച്ചു പോയവരാ. അവർ ഒരുപക്ഷെ പഴയ ജോലി മേഖലയിലേക്ക് കടന്നു പോയവരായിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് നിരാശപ്പെട്ടു പോയവരായിരിക്കാം. അവരെ വീണ്ടെടുക്കാനായിട്ട് ഈശോ ഉപയോഗിച്ച വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും തമ്മിലൊരു അസ്വസ്ഥത ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സംഭാഷണ രീതി ഏത് രീതിയിലാണ് മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സംഭാഷണ ശൈലി തന്നെ നമ്മൾ മാറിപ്പോവും. ദിവസങ്ങളോളം നമ്മൾ മിണ്ടാതിരിക്കും. എന്നാൽ ഇവിടെ ഈശോ പറയുകയാണ്, കുഞ്ഞുങ്ങളെ എന്ന് അവിടെ നിന്ന് വിളിക്കുക. എന്നിട്ട് ഈശോ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അവർ വലതുവശത്ത് വലയിട്ടു. അവർക്ക് വലിച്ചു കയറ്റാൻ പറ്റാത്ത രീതിയിൽ, വല കീറുന്ന രീതിയിൽ അത് നിറച്ച് അവർക്ക് മീൻ കിട്ടി. അവിടെ യോഹന്നാനും മനസ്സിലായി ഇത് ഈശോയാണെന്ന്. അത് ഈശോയാണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഒരു വള്ളവുമായിട്ട് വലയുമായിട്ട് വലിച്ചു കയറ്റി വരുമ്പോൾ ഈശോ പറഞ്ഞു,
നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറച്ച് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, അവർ കരയ്ക്കിറുമ്പോൾ കാണുന്ന ഒരു സംഭവമുണ്ട്. അവിടെ തീ കൂട്ടിയിരിക്കുന്നതും മത്സ്യവും അപ്പവും അവർ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. രാത്രി മുഴുവനും തണുത്തു വിറച്ച് അധ്വാനിച്ചു മടുത്തു വന്നവർക്ക് ആവശ്യം അവിടെ കുറ്റപ്പെടുത്തലല്ല, അവിടെ ശകാരമല്ല. ഈശോ പറയുക, വന്ന് തീ കായുവിൻ. എന്നിട്ട് ഈശോ അപ്പവും മീനും അവർക്ക് കൊടുത്തു എന്ന് പറയുക. പ്രിയപ്പെട്ടവർ, വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ഈശോയെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. നിന്റെ ജീവിത പങ്കാളി വഴിതെറ്റിപ്പോകുമ്പോൾ, നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, അവള് നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ അകന്നു പോകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ അവർ ജീവിക്കുമ്പോൾ, മദ്യത്തിനൊക്കെ അടിമപ്പെടുമ്പോഴൊക്കെ അവരോടൊക്കെ ഒന്ന് മാറോട് ചേർത്ത് പിടിച്ചിട്ട് അവർക്കൊന്ന് വിരുന്നൊരുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കവരെ നേടാൻ സാധിക്കും. മറിച്ച് കുറ്റപ്പെടുത്തലിൻ്റെയും വിമർശനത്തിൻ്റെയും പഴിചാരലിൻ്റെയും വേദിയായി നമ്മുടെ കുടുംബങ്ങൾ മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കും. അവിടെ അവസാനം എഴുതി വെച്ചിരിക്കുകയാണ് അധ്യായത്തിൻ്റെ അവസാനം. അത് ആരാണെന്ന് ചോദിക്കാനായിട്ട് അവരാരും മുതിർന്നില്ല. കാരണം അത് കർത്താവാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് കർത്താവാണ് എന്ന് അവർക്ക് മനസ്സിലായി. ആ ഈശോയുടെ പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് മനസ്സിലായി. ഈശോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, ഈശോ വെളിപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. യോഹന്നാൻ സുവിശേഷം 17:6 ജീവിതത്തിന്റെ പ്രവൃത്തിയിലൂടെ ദൈവത്തിന്റെ നാമത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഈശോയെ നമ്മൾ കണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ദൈവം തന്നിരിക്കുന്ന അവസ്ഥയിൽ, അത് തകർച്ചയായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ സ്നേഹത്തിലൂടെ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ കുടുംബജീവിതം സ്വർഗതുല്യമായിട്ട് വരും. നമ്മുടെ കുടുംബജീവിതം നസ്രസിലെ തിരുക്കുടുംബം പോലെ ഒരു തിരുക്കുടുംബമായി നമ്മുടെ ജീവിതങ്ങൾ മാറും. പരസ്പരം സ്നേഹിച്ചും പരസ്പരം അംഗീകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നതും ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതിസന്ധികളിലും ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തോട് പ്രാർത്ഥിച്ച് അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ വിധേയപ്പെടുത്തി അവിടുത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ കേട്ട തിരുവചനങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ അങ്ങ് തന്ന ഈ 3-4 ചിന്തകൾ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമിട്ട് സ്വന്തം വിശുദ്ധി കാത്തു സൂക്ഷിച്ച് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബജീവിതവും നയിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷങ്ങളിൽ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.